ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വാതിലൊക്കെ പൂട്ടിയിട്ട് ഒറ്റപ്പാലം വരെ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഹരിതകർമ്മസേന ചേച്ചിമാർ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ കെട്ടി പൂട്ടി വെച്ചതാണ്. അപ്പോൾ എങ്ങാനും ഞാൻ ഒറ്റപ്പാലം പോകുമ്പോൾ വന്നാലോ വിചാരിച്ചിട്ട് കാർഡും പൈസയും ഒക്കെ ഞാൻ വീട്ടിൽ കൊടുത്തു കേട്ടോ. പ്ലാസ്റ്റിക്കൊക്കെ എടുത്തിട്ട് ഞാൻ പുറത്തേക്കും വെച്ചു. അപ്പോൾ അവർ വന്ന് എടുത്തോളും. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ, തൊടിയിൽ കൂടെ. അപ്പം അച്ഛനവിടെ നമ്മുടെ അടയ്ക്കൊക്കെ നേരാക്കുന്നുണ്ടായിരുന്നു, അമ്മയും അപ്പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ബസ്സിനെ കാത്തിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബസ് വന്നു. അവിടെയാണ് വരുന്നത്, ഇതാ നമ്മുടെ ബുറാക്ക് അടുത്തുള്ളി വരുന്നുണ്ട്. 12 മണിക്കാണ് ഞാൻ പോയത് കേട്ടോ. അച്ഛനാണെന്ന് വെച്ചാൽ ഒരു 50 വട്ടം വിളിച്ചിറക്കണു, അച്ഛൻ വരുന്നുണ്ട് കേട്ടോ ഒറ്റപ്പാലത്തേക്ക്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഏതൊക്കെ മരുന്നാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളത് അച്ഛന് കൺഫ്യൂഷനാണ്. അപ്പോൾ എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം എത്തിയിട്ടോ. അപ്പം അച്ഛൻ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ വർത്താനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സഫ മെഡിക്കൽസിലാണ് പോയത്. സംഭവം അച്ഛൻ്റെ കയ്യിലൊരു കവറില്ലേ, അത് കുട്ടികൾക്കുള്ള തിന്നാനാണ് കേട്ടോ. അപ്പോൾ സഫ മെഡിക്കൽ പോയപ്പോൾ അവിടെ 1-2 മരുന്നുകളില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ മരുന്നുകളും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഓരോ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ, ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ പോയിട്ട് ആശുപത്രിയുടെ ഉള്ളിൽ കാരുണ്യയിൽ പോയിട്ട് കുറച്ച് മരുന്ന് അവിടെ നിന്ന് വാങ്ങിച്ചു. പുറത്തുനിന്ന് കരുണ മെഡിക്കൽസിൽ നിന്ന് മുഴുവനും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോയിട്ട് അപ്പോഴേക്കും 1:30 ആയിറക്കണം സമയം. ഒരു ചിക്കൻ ബന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങിച്ചതാണ്. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിക്കനേ ഇല്ല, വെറുതെ പേരിന് മാത്രം ചിക്കൻ ബന്ന് എന്ന് മാത്രം കേട്ടോ. വെറും ബന്നും ചായയും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ M&Mൽ പോയി കേട്ടോ. തുണിക്കടയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ തന്നെ ഫാൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിപ്പോൾ കുറച്ച് മേടിച്ചേ ഉള്ളൂ ഫാൻസിയും കാര്യങ്ങളും. അതൊന്നും വാങ്ങിക്കാനല്ല പോയത്, കുട്ടിക്ക് കുറച്ച് പാൻറ്റീസൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ കൂട്ടത്തിൽ ഞാനും 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പം മിറർ ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്, പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ അറിയില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. പിന്നെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ചിപ്സിൻ്റെയൊക്കെ നല്ല മണം വരും കേട്ടോ. ഇതാണ് ഗാന്ധി സ്ട്രീറ്റ്. ഗാന്ധിജിയുടെ തലുണ്ട് കേട്ടോ അതിന് മുന്നിൽ. അതിനെ കൊണ്ട് ഗാന്ധി സ്ട്രീറ്റ് എന്ന് അടക്കി പറയാം. പിന്നെ ATMൽ പോയിട്ട് കുറച്ച് കാശൊക്കെ എടുത്തു. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ നല്ല നല്ല ചെരുപ്പുകളും ബാഗുകളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ ബസ് കയറി. പിന്നെ വാണിയംകുളം എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ പച്ചക്കറി വാങ്ങിച്ചിട്ടില്ല എന്ന്. അങ്ങനെ ഞാൻ പച്ചക്കറിയും മേടിച്ച്. അപ്പോൾ പിന്നെയും ഞാൻ മറന്നു ത്രെഡ് ചെയ്യാൻ. അങ്ങനെ ഞാൻ ത്രെഡ് ചെയ്യാൻ കയറി കേട്ടോ. അടുത്ത സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫാണ്. അവരെയൊക്കെ ഞാൻ എൻ്റെ ഫോളോവേഴ്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിപ്പിച്ചിട്ടുണ്ട് ചാനലൊക്കെ. അവിടേക്ക് കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കുത്തനെയാണ് കോണി. അവിടെ നിന്ന് നേരെ വീട്ടിൽ നല്ല വെയിലായിരുന്നു, ആകെ ക്ഷീണിച്ചു. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടുന്ന് M&Mന്ന് ഒരു ബനിയനും, ഇത് 100 രൂപയുടെ ബനിയനാണ് കേട്ടോ. വില കൂടിയതൊന്നും ഞാൻ എടുത്തില്ല, വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ്. എക്സസൈസൊക്കെ ചെയ്ത് തുടങ്ങണമെന്നുണ്ട്. പിന്നെ ഒരു സ്കേർട്ട് എടുത്തു കേട്ടോ, ഇതിനും 100 രൂപയാണ്. പിന്നെ കുട്ടികൾക്കുള്ള പാൻറ്റീസ് 2 വാങ്ങിച്ചു. നല്ലതായി തോന്നി കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ലെഗിൻസ്, ഇതിൻ്റെ കളറൊക്കെ മെറൂണാണ് കേട്ടോ. ഇതിൽ നല്ല കളറ്. പിന്നെ പ്ലം വാങ്ങിച്ചതാണ്, പുളിച്ച് പ്ലം ആയിരുന്നു കേട്ടോ. പിന്നെ അച്ഛൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൊറോട്ടയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് പൊറോട്ട കേട്ടോ. അവൻ രാമേന്ദ്രേട്ടൻ്റെ കടയിലത്തെ പൊറോട്ടയും സാമ്പാറാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ചിക്കൻ കറിയൊന്നുമല്ല. അങ്ങനെ ഞാനൊരു പൊറോട്ട എടുത്തിട്ട് കഴിച്ചു കേട്ടോ. എൻ്റെ വിശപ്പൊക്കെ കെട്ടു, കുറച്ച് നേരമായില്ലേ. അപ്പോൾ ഒരു പൊറോട്ട എടുത്ത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കുട്ടികൾക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ ബൈ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.